എൻ്റെ പേര് സ്നേഹ. എൻ്റെ വീട് പാലായിലാണ്. ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളത്തൊരു സ്ഥാപനത്തിലാണ്. എനിക്ക് ഡെയിലി ഒരു 160 കിലോമീറ്റർ ട്രാവലിംഗ് ഉണ്ട്. കോമറ്റ് യൂസ് ചെയ്യാൻ എല്ലാവരും പറഞ്ഞത് സെക്കൻഡറി കാറാണെന്ന് പറഞ്ഞിരുന്നു. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അമേസാണ്. അപ്പോൾ അമേസിന് എനിക്ക് ഒരു മാസത്തെ പെട്രോൾ ബില്ലെന്ന് പറയുന്നത് 30,000-32,000 രൂപ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ പാർക്കിങ്ങിലുള്ള എളുപ്പം, അങ്ങനെയാണ് ഞാൻ ഈ കോമറ്റ് നോക്കാമെന്ന് വിചാരിച്ചത്. കാരണം എനിക്ക് കൊണ്ട് പാർക്ക് ചെയ്യുന്നതിനൊരു എളുപ്പവും കൂടെ വേണം. എനിക്ക് ഇച്ചിരി പാർക്കിംഗ് ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം എറണാകുളത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണ് ഞാനത് യൂസ് ചെയ്തത്. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കുറേ പേരുടെ അടുത്തൊക്കെ ഇങ്ങനെ ചോദിച്ചു, എങ്ങനെയുണ്ട്, നമ്മളിത് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴിയിൽ പെടുവോ? കാരണം ഞാനിത് എടുക്കാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ ഇതിനെ എല്ലാ സ്ഥലത്തും നോക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടോ, പോകുന്ന വഴിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പം ഞാൻ ഈ പോകുന്ന വഴിക്കൊന്നും കാണുന്നുമില്ല. അപ്പോൾ എനിക്ക് ആകെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എടുക്കുന്നതിനെ കുറിച്ച്. അപ്പോൾ എല്ലാവരും പറഞ്ഞു കുഴപ്പമില്ല എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് നോക്കാമെന്ന് വിചാരിച്ചത്. വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുത്തു, ഓക്കെയാണ്, നല്ല കംഫോർട്ടാണ്, എനിക്ക് ഓടിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ഇപ്പം ഞാനൊരു 4 മാസമായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 13,600 സംതിങ് കിലോമീറ്റർ ആയിട്ടുണ്ട്. എനിക്ക് ആദ്യത്തെ ടൈമിൽ എടുക്കുമ്പോൾ ഭയങ്കര പേടിയുണ്ടായിരുന്നു, ഞാൻ വീട് വരെ എത്തുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എടുത്തു കഴിഞ്ഞപ്പം ഞാൻ ആദ്യം 1-2 ദിവസമൊക്കെ ഞാൻ ടെൻഷൻ അടിച്ചു ഓടിച്ചത്. പിന്നെ എനിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഈസി ആയിട്ട് പോകുന്നുണ്ട്, ഒരു ടെൻഷനും ഇല്ല. കാരണം ആദ്യത്തെ ആ 2-3 ടെൻഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ സിറ്റി യൂസ് എന്നുള്ളത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് നമുക്ക് അത്യാവശ്യം ദൂരത്തിൽ കൊണ്ടുപോകാൻ പറ്റും. ഞാനിപ്പോൾ ഡെയിലി വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഒരു 15% ചാർജ്, അതായത് ഒരു 35 കിലോമീറ്റർ നമുക്ക് ബാലൻസ് ഉണ്ടാവും. കാരണം നല്ല സ്പീഡിൽ ഓടിക്കുമ്പോൾ മാത്രമാണ് കുറച്ചൊരു ചാർജ് കൂടുതൽ പോകുന്നുള്ളൂ. അല്ലാതെ നമ്മൾ നോർമലി ശ്രദ്ധിച്ച് ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. ഇനിയും ഒരു 30 കിലോമീറ്റർ കൂടെ പോകാനുള്ള ചാർജ് ബാലൻസ് ഉണ്ടാവും ഞാൻ നോർമലി യൂസ് ചെയ്യുന്നതനുസരിച്ച്. ഇപ്പം ഇതിൻ്റെ ആണെങ്കിൽ 3 സർവീസിങ്ങും കഴിഞ്ഞു. കാരണം ഞാൻ എടുത്തിട്ട് 3 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അതായത് 3-3.5 മാസം ആയിട്ടുള്ളൂ ഞാൻ വണ്ടി എടുത്തിട്ട്. ഇപ്പം തന്നെ 13,000 കിലോമീറ്റർ 3 സർവീസ് കഴിഞ്ഞു. ആദ്യത്തെ സർവീസ് ഫ്രീ ആയിരുന്നു. സെക്കൻഡ് സർവീസിൽ ഒരു 1,000 റുപ്പീസ്, തേർഡ് സർവീസിൽ ഒരു 1,500 റുപ്പീസ്, അത്രേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എടുത്തിട്ട് എനിക്ക് ഇതുവരെ വേറെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. സർവീസിൽ വേറെ ഇഷ്യൂ ആയിട്ട് കയറ്റേണ്ട ഒരു ആവശ്യവും വന്നിട്ടില്ല. ഞാൻ കംഫർട്ടാണ്, കോമറ്റിൽ ഞാൻ കംഫർട്ടാണ്. സോ ഈ ഒരു വണ്ടി മറ്റുള്ള ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യൂ? തീർച്ചയായിട്ടും ഞാനിത് റെക്കമെൻഡ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലെ ലേഡീസിനൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇത് കംഫർട്ടാണ്. കാരണം ഒരുപാട് സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നോർമലി വണ്ടി ഓടിക്കുന്നവർക്ക് കോമറ്റ് യൂസ്ഫുൾ ആണ് വളരെയധികം.